കാന്താരി മുളക് പൊട്ടിച്ചതും ഉള്ളിയും വെളിച്ചെണ്ണയും ഉപ്പും ചേർത്ത് മുളക് ചമ്മന്തി ഇഷ്ടപ്പെടാത്ത മലയാളികൾ ഉണ്ടാവില്ല. ഇത്തിരി കപ്പയും ചൂട് കട്ടനുമാവും. ഇവിടെ വിഷയം കാന്താരിയാണ്. മുളകുകളിൽ വെച്ച് ഏറ്റവും കുഞ്ഞനാണെങ്കിലും ഗുണത്തിന്റെ കാര്യത്തിൽ മുന്നിലാണ് കാന്താരി. വിറ്റാമിൻ എ, സി എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുള്ള കാന്താരി മുളകിന് മലയാളികളുടെ ഭക്ഷണക്രമത്തിലുള്ള സ്ഥാനം വളരെ വലുതാണ്. ഇനി വിപണിയുടെ കാര്യം. 600 മുതൽ 800 രൂപ വരെയാണ് ഇപ്പോൾ കാന്താരിക്ക് വിപണിയിൽ വില. എന്നാൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ അധികം ഉൽപാദനമില്ലാത്തതും വിപണിയിൽ നല്ല ഡിമാൻഡ് ഉള്ളതുമായ താരമാണ് ഈ കാന്താരി മുളക്. മറ്റു മുളകുകളുടെ കാര്യത്തിലും കേരളത്തിൽ വാണിജ്യ കൃഷി കുറവ് തന്നെയാണ്. 2-3 വർഷം വരെ വിളവ് തരുന്ന ഇവ ഒരു ഇടവിളയായും കൃഷി ചെയ്യാം. റബ്ബർ തോട്ടങ്ങളിൽ ആദ്യ വർഷങ്ങളിൽ ഒരു അനുയോജ്യ ഇടവിളയാണ് കാന്താരി മുളക്. അച്ചാർ ഉണ്ടാക്കുന്നതിനും കാന്താരി ഉത്തമമാണ്. ഉണക്കി കവറിലാക്കിയ കാന്താരി ധാരാളമായി കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഉണക്കി ദീർഘകാലം സൂക്ഷിക്കാം എന്നുള്ളത് ഇതിന്റെ മറ്റൊരു മേന്മയാണ്. ഒരു ചെടിയിൽ നിന്നും വർഷം ശരാശരി 22.5 കിലോഗ്രാം വരെ വിളവ് ലഭിക്കും. വലിപ്പം കുറഞ്ഞ പച്ച കാന്താരിക്കാണ് പ്രത്യേക ഗുണമേന്മ സവിശേഷതകളുള്ളത്. കാർഷിക സർവകലാശാല ഇനമായ മഞ്ഞ കലർന്ന വെള്ള നിറമുള്ള സമൃദ്ധി കാന്താരിയും നീല കാന്താരി, വെള്ള കാന്താരി എന്നിങ്ങനെ പല നിറത്തിലുള്ള അലങ്കാര മുളകിനങ്ങളും ഉണ്ട്. അതെ, ഒരു കാര്യം കൂടെ പറയട്ടെ. അസിഡിറ്റി പോലെ ഉദരരോഗമുള്ളവർ മുളകിന്റെ ഉപയോഗം മിതപ്പെടുത്തേണ്ടതാണ്. അധികമായാൽ അമൃതം വിഷമെന്ന പോലെ മിതമായ തോതിലുള്ള മുളകിന്റെ ഉപയോഗം നമുക്ക് ആവശ്യമാണ്. ബൈ ക്യാപ്സിക്കം ഫ്രൂട്ടി സെൻസിബ എന്നറിയപ്പെടുന്ന കാന്താരി വീട്ടുവളപ്പിൽ യഥേഷ്ടം വളർത്തിയെടുക്കാവുന്ന ഒരു ആദായ വിള കൂടിയാണ്. കീടരോഗബാധയും കുറവാണ്. രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ എന്നിവയ്ക്കെതിരെ ഒരു ഔഷധമായും കാന്താരി മുളക് ഉപയോഗിച്ചു വരുന്നുണ്ട്.